മോനെ സിദ്ധാർത്ഥ, പെറ്റമ്മയല്ലെങ്കിലും സ്വന്തം മോനേക്കാൾ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ നിന്നെ ഞാൻ. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അയാൾക്കും എനിക്കും ഇടയിൽ ഈ ഒരു ബന്ധം കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്നയാളെയും കൊണ്ട് ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കിയനെ. കാലത്തെ കോളേജിൽ പോയ നീ എന്താ ഇവിടെ? അല്ല, അത് ഞാൻ അച്ഛനെ കാണാൻ തന്നെ വന്നതാ. എന്റെ സ്റ്റെതസ്കോപ്പ് പൊട്ടിപ്പോയി, പുതിയതൊരെണ്ണം വാങ്ങണമായിരുന്നു. ഒരു സ്റ്റെറ്റസ്കോപ്പ് പോലും മര്യാദയ്ക്ക് കൊണ്ടുനടക്കാൻ വയ്യാത്ത നീയൊക്കെ എങ്ങനെയാ ഡോക്ടറാകുന്നത്? ആ കാശ് വാങ്ങിച്ച് എത്രാണെന്ന് വെച്ചാ. സ്റ്റെതസ്കോപ്പ് പൊട്ടിയൊന്നും അല്ല പ്രശ്നമെന്ന് എനിക്കറിയാം. എന്താണ് ശരിക്കുള്ള പ്രോബ്ലം? അടിപിടി, റാഗിംഗ്? അതൊന്നുമല്ല. ഞങ്ങളുടെ പ്രിൻസിപ്പാളിനെ ഒന്ന് ഡീൽ ചെയ്യണം. എന്തിന്? ഞങ്ങൾ കോളേജ് ഓഡിറ്റോറിയത്തിലിരുന്ന് ഒരു ബിയർ അടിച്ചു. അതിനായാലും ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിരിക്കുക. കോളേജിനകത്തിരുന്ന് മദ്യം വെച്ചാൽ പിന്നെ സസ്പെൻഡ് ചെയ്യല്ലാതെ മാലയും പൊക്കയും തന്നെ സ്വീകരിക്കണോ? അല്ല പിന്നെ എന്നോട് ചോദിച്ചില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ പ്രിൻസിപ്പലിനെ കണ്ട് സസ്പെൻഷൻ പിൻവലിപ്പിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതെ, ചെറുപ്പിക്കാൻ വന്നേക്കാം. മുതലാളി ഓടാ. ജോലിക്കാരത്തെ കടയിൽ അയച്ചോ മോളെ? ശബ്ദം കറക്റ്റ് ആണല്ലോ അല്ലേ? ഈയിടെയായിട്ട് ആക്ടിങ് മിമിക്രി ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. പരിഭവിക്കാതെ ഡാർലിംഗ്. ആൾക്കാരുടെ മുമ്പിൽ കീരിയും പാമ്പും, ആരും ഇല്ലാത്തപ്പോ മാത്രം കൊഞ്ചല്. എനിക്ക് മടുത്തു ഈ അഭിനയം. അങ്ങനെ മടുത്താലെങ്ങനെയാ? നീയും കൂടെ സമ്മതിച്ചിട്ടില്ലേ ഇങ്ങനെ സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റൈല് നമ്മൾ തീരുമാനിച്ചത്? ഇനിയിപ്പൊ നമ്മൾ തമ്മിൽ സ്നേഹത്തിലാണെന്ന് ആരെങ്കിലും ചെന്ന് പറഞ്ഞാൽ പോലും നിന്റെ അച്ഛനോ സിദ്ധാർത്ഥ മുതലാളിയോ വിശ്വസിക്കില്ല. നമുക്ക് ധൈര്യമായിട്ട് സ്നേഹിക്കാം. അത്രയ്ക്ക് ധൈര്യമാണോ? പിന്നല്ലാതെ. അയ്യോ സിദ്ധാർത്ഥ, ഒരെണ്ണം പൊട്ടിച്ചെന്നാണല്ലോ. അല്ല പിന്നെ ഞാൻ വെറുതെ അഭിനയിച്ചല്ലേ. അല്ലെങ്കിൽ മുതലാളി ഇവിടെ വരില്ലെന്ന് എനിക്കറിയാം. അങ്ങേര് നിന്റെ ചേട്ടന്റെ കോളേജിൽ പോയി ഇപ്പൊ അടിച്ച് കലക്കുണ്ടാവും. ഗുഡ് മോർണിംഗ് സർ. യെസ് മോർണിംഗ്. ഞാൻ സിദ്ധാർത്ഥൻ, ഇവരുടെ ഗാർഡിയനാണ്. ഇവരുടെ എല്ലാവരുടെയും? അതെ. അല്ല സാറേ, ഒരു കുപ്പി ബിയർ അടിച്ചതിന്റെ പേരിൽ ആരെങ്കിലും പിള്ളേരെ സസ്പെൻഡ് ചെയ്യൂ? തോന്നിയാസത്തിന് ഒരു അതിര് വേണം. പല പ്രാവശ്യം വാണിംഗ് കൊടുത്ത് വിട്ടതാണ് ഇവരെ. ഭാവിയിലെ ഡോക്ടർമാരാകേണ്ട പിള്ളേരല്ലേ സാറേ, ഒരല്പം കരുണ കാണിക്കണം. ഇല്ല, ഇവരെ പോലുള്ള പോക്കിരികളെ ഇനി ഈ കോളേജിൽ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. കേട്ടില്ലേ? ഇനി ഞാനെന്ത് ചെയ്യാനാ? നിങ്ങളുടെ പ്രിൻസിപ്പൽ ഒരല്പം സ്ട്രോങ് ആണ്. അപ്പോ അല്ല സിദ്ധാർത്ഥ, അത് വാടാ. അതെ, ശരിയായ പോക്കരത്തിന് എന്താ നിങ്ങളുടെ പ്രിൻസിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതൊന്ന് മനസ്സിലാക്കി കൊടുത്തു വരാം. എന്താ? പഠിക്കുന്ന കാലത്ത് സാറും ഒന്നിനും അത്ര മോശക്കാരനായിരുന്നില്ലല്ലോ. എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കാതെ പിള്ളേരെ അങ്ങ് തിരിച്ചെടുക്കുന്നല്ലേ സാറേ നല്ലത്. വിമൻസ് കോളേജിന്റെ മതിൽ ചാടിയതിന് പെൺപിള്ളേര് സാറിന്റെ ഉടുതുണി അഴിപ്പിച്ച് സിറ്റ് മുഴുവൻ ഓടിച്ചതും മറ്റെല്ലാ ചരിത്രവും ഞാൻ ആ പിള്ളേരോട് വിളമ്പും. പിന്നെ ഇത്രയും ആഭാസനായ ഒരു പ്രിൻസിപ്പലിന്റെ കീഴിൽ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിള്ളേര് പ്രിൻസിക്കെതിരായിട്ട് സമരം തുടങ്ങും. സംഗതി ആകെ ചളവളവാകും. അത് വേണം. അപ്പോ ഞാൻ ആ പിള്ളേരെ തിരിച്ചെടുക്കാം. ഇനി കോളേജ് കോമ്പൗണ്ടിന്റെ അകത്തിരുന്ന് മദ്യപിക്കില്ല എന്നൊരു ഗ്യാരണ്ടി. അങ്ങനെ ഒരു ഗ്യാരണ്ടിയുടെ ആവശ്യമുണ്ട്? എന്തായാലും ഞാനൊരു പ്രിൻസിപ്പൽ അല്ലടോ, എനിക്കും വേണ്ട ഒരു പിടി. ശരി, അങ്ങനെ ഒരു പിടി പ്രിൻസിപ്പലിന് കൊടുക്കാൻ ഞാൻ ആ പിള്ളേരോട് പറയാം. താങ്ക്സ്. വെൽക്കം. ആ പിന്നെ അന്ന് ഉടുതുണി അഴിച്ചപ്പോ അടിവസ്ത്രം ഇട്ടിരുന്നു. നിങ്ങൾ മേലെ ഒരു പ്രശ്നം ഉണ്ടാക്കൂലെന്ന് ഞാൻ പ്രിൻസിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്നെ നാറ്റിക്കരുത്. ഏട്ടനെ എന്നാലും സിദ്ധാർത്ഥൻ പ്രിൻസി എങ്ങനെ കയ്യിലെടുത്തുന്ന പിടികിട്ടാത്ത? അതൊരു ചെറിയ ഒറ്റമൂലി അങ്ങ് പ്രയോഗിച്ചു. ബാലു എവിടെ? അവനാ ഫാഷൻ ഷോ നടക്കുന്നിടത്ത് ചുറ്റി കറങ്ങുന്നുണ്ടാവും. ഓഹോ,